ഹായ് ഓൾ, എല്ലാവർക്കും iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് കേറ്ററ്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. കേറ്ററ്റ് കാറ്റഗറി 1, കാറ്റഗറി 2 എഴുതുന്ന കുട്ടികൾക്ക് അറിയാം, നിങ്ങൾക്ക് പെഡഗോജിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലേ, പാർട്ട് 2ലും പാർട്ട് 3ലും ഒക്കെ ആയിട്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ടീച്ചേഴ്സ് ക്യാൻ ഇഫക്റ്റീവ്ലി ഇന്റഗ്രേറ്റഡ് ടെക്നോളജി ഇൻടു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ബൈ ഡാഷ്. അപ്പൊ ടീച്ചർമാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിലേക്ക് ടെക്നോളജി ഏത് രീതിയിലാണ് ഇഫക്റ്റീവായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. യൂസിങ് ടെക്നോളജി ടു റീപ്ലേസ് ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ്സ്, ഇൻകോർപ്പറേറ്റിംഗ് മൾട്ടിമീഡിയ റിസോഴ്സസ് ടു എൻഹാൻസ് ലേണിംഗ്, അവോയ്ഡിംഗ് ടെക്നോളജി ടു പ്രിവെന്റ് ഡിസ്ട്രാക്ഷൻസ്, relying solely on textbook and other reading materials. Okay, teachers can effectively integrate technology into English language teaching by. അപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിലേക്ക് എങ്ങനെ ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെക്നോളജിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഈ പെഡഗോജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കുക, എന്നിട്ട് നിങ്ങൾ ഒരു ടീച്ചർ ആണെങ്കിൽ നിങ്ങൾ അവിടെ എന്തൊരു സൊല്യൂഷൻ ആയിരിക്കും എടുക്കുക, അങ്ങനെ ചിന്തിച്ചു നോക്കുക. നമ്മൾ പ്രാക്ടിക്കലി അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ പെഡഗോജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പഠിക്കാതെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അല്ലേ. അതാണ് അതിന്റെ ഏറ്റവും, അതായത് നമ്മൾ നന്നായിട്ടൊന്ന് ചിന്തിച്ചിട്ട് എന്താണെന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു ടീച്ചർ, ഇപ്പം ഒരു ടീച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ, ഞാൻ ടീച്ചർ ആണെങ്കിൽ ഞാൻ അവിടെ എന്തായിരിക്കും ഒരു സൊല്യൂഷൻ കണ്ടെത്തുക, അല്ലെങ്കിൽ ഞാനൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഞാൻ അവിടെ എന്തായിരിക്കും ചെയ്യുക എന്ന് ചിന്തിച്ചിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും? യൂസിങ് ടെക്നോളജി ടു റീപ്ലേസ് ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ്സ്. ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ്സ് എന്താണ് റീപ്ലേസ് ചെയ്യാൻ അല്ലേ, ടെക്നോളജി കൊണ്ടുവന്ന് ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ്സ് റീപ്ലേസ് ചെയ്യുക. ഇൻകോർപ്പറേറ്റിംഗ് മൾട്ടിമീഡിയ റിസോഴ്സസ് ടു എൻഹാൻസ് ലേണിംഗ്. എന്ത് ചെയ്യുക? ഈ മൾട്ടിമീഡിയ റിസോഴ്സസ് ലേണിംഗ് എൻഹാൻസ് ചെയ്യുക, കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്നതിന് ഇത് ഉപയോഗിക്കുക. അവോയ്ഡിങ് ടെക്നോളജി ടു പ്രിവെന്റ് ഡിസ്ട്രാക്ഷൻസ്. എന്താണ് ഈ ടെക്നോളജി ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ടെക്നോളജിയെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. റിലൈങ് സോൺലി ഓൺ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് അതർ റീഡിംഗ് മെറ്റീരിയൽസ്. എന്നാൽ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ മറ്റ് റീഡിംഗ് മെറ്റീരിയൽസ് മാത്രം അതിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായിരിക്കും ഇവിടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലെ, ഇൻകോർപ്പറേറ്റിംഗ് മൾട്ടിമീഡിയ റിസോഴ്സസ് ടു എൻഹാൻസ് ലേണിംഗ്. എപ്പോഴും എന്താണ് ലേണിംഗ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു ടീച്ചർ സ്റ്റുഡന്റ് പ്രോസസ്സ് മാത്രമല്ല, അവിടെ എന്താണ് നമ്മൾ മൾട്ടിമീഡിയ റിസോഴ്സ് കൂടി എൻഹാൻസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ചുകൂടെ ക്ലാസ് റൂം ഇഫക്റ്റീവ് ആവും, കുട്ടികൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കാണിക്കും അല്ലേ. അപ്പം നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്നൊരു ലെക്ചർ എടുക്കുന്നതിനേക്കാളും കുറച്ച് മൾട്ടിമീഡിയ റിസോഴ്സിന്റെ കൂടെ ഇപ്പോൾ ഒരു ടോപ്പിക്ക്, ഇപ്പം ഹേർട്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഹേർട്ടിന്റെ പിക്ചർ കാണിച്ച് ഓരോ ഭാഗവും ഒരു മൾട്ടിമീഡിയ സോഴ്സിലൂടെ നമ്മൾ അതിന്റെ പിക്ചർ കാണിച്ച് ഓരോ ഭാഗവും പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടിക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അതല്ലാതെ ടീച്ചർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് നല്ലത് അത് എന്താണ്, നമ്മളൊരു കുറച്ച് ഇന്നവേറ്റീവ് ആയിട്ട് കാണിക്കാം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുട്ടികളുടെ മനസ്സിൽ അത് നിൽക്കുകയും ചെയ്യും, അവർക്ക് അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കാണിക്കുകയും ചെയ്യും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ ഇഫക്റ്റീവ് സ്ട്രാറ്റജി ഫോർ ടീച്ചിങ് വൊക്കാബുലറി. വൊക്കാബുലറി പഠിപ്പിക്കാനായിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഏതാണ്? ഓക്കെ, ഗിവിംഗ് ഡീറ്റെയിൽഡ് ഡെഫിനിഷൻ ഓഫ് വേർഡ്സ്, യൂസിംഗ് വേർഡ്സ് ഇൻ സിറ്റുവേഷൻ ഓർ റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റ്, ആസ്കിംഗ് സ്റ്റുഡൻസ് ടു മെമ്മറൈസ് വേർഡ് ലിസ്റ്റ്, ഗിവിംഗ് എ വീക്ക്ലി വൊക്കാബുലറി ടെസ്റ്റ്. ഇതിൽ ഏതാണ്, ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് വൊക്കാബുലറി പഠിപ്പിക്കാനായിട്ട് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്? നോക്കിക്കേ, ഗിവിംഗ് ഡീറ്റെയിൽ ഡെഫിനേഷൻ ഓഫ് ദി വേർഡ്സ്. എല്ലാ വേർഡ്സിന്റെയും ഡീറ്റെയിൽ ഡെഫിനേഷൻ കൊടുത്തൊന്നും നമുക്ക് കുട്ടികളെ വൊക്കാബുലറി പഠിപ്പിക്കാൻ പറ്റില്ല. ഇനി യൂസിംഗ് വേർഡ്സ് ഇൻ സിറ്റുവേഷൻ ഓർ റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റ്, അത് നമുക്ക് യൂസ്ഫുൾ ആണ്. അതായത് ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് അതിനെ ഒരു വേർഡ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ എന്താണ് റിയൽ ലൈഫിൽ അത് യൂസ് ചെയ്യുക. അപ്പൊ ആ രീതിയിൽ നമുക്ക് വൊക്കാബുലറി പഠിപ്പിക്കാനായിട്ട് പറ്റും. ആസ്കിംഗ് സ്റ്റുഡൻസ് ടു മെമ്മറൈസ് വേർഡ് ലിസ്റ്റ് മെമ്മറൈസ് ചെയ്യാൻ പറയുക. ഗിവിംഗ് എ വീക്ക്ലി വൊക്കാബുലറി ടെസ്റ്റ്, എല്ലാ വീക്കിലും എന്ത് ചെയ്യുക, വൊക്കാബുലറി ടെസ്റ്റ് നടത്തുക. അപ്പൊ ഇഫക്റ്റീവായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ, യൂസിംഗ് വേർഡ്സ് ഇൻ സിറ്റുവേഷൻ ഓർ റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റ്. അപ്പൊ റിയൽ ലൈഫിൽ ആ വേർഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ആ വേർഡിന്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി വേഗം എന്ത് ചെയ്യും, അത് ഓർത്തിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3, ഐഡന്റിഫൈ എ സ്ട്രാറ്റജി ദാറ്റ് ഇൻവോൾവ്സ് ഗ്രൂപ്പ് സ്റ്റുഡന്റ് ആക്ടിവിറ്റി. അപ്പൊ സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൈലന്റ് റീഡിംഗ്, ഇൻഡിവിജ്വൽ റൈറ്റിംഗ്, ടാസ്ക് ബേസ്ഡ് ആക്ടിവിറ്റീസ്, പ്രൊജക്ട് വർക്ക്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റി, കുട്ടികളുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഏതാണ്?
സൈലന്റ് റീഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരാൾ മാത്രമാണ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്കൊരു ടെക്സ്റ്റ് ബുക്ക് തരികയാണെങ്കിൽ ഞാനാണ് അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, സൈലന്റ് ആയിട്ട് റീഡ് ചെയ്യുന്നത്. അവിടെ ഗ്രൂപ്പ് ആക്ടിവിറ്റി ഒന്നും തന്നെ വരുന്നില്ല. നെക്സ്റ്റ് ഇൻഡിവിജ്വൽ റൈറ്റിംഗ്. എനിക്കൊരു ടോപ്പിക് വരികയാണ്, ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞൊരു ടോപ്പിക് തരികയാണ്. അപ്പൊ അവിടെ എന്താണ്, ഞാനാണ് ആ ടോപ്പിക്കിനെ കുറിച്ച് എഴുതുന്നത്. അവിടെ എന്താണ്, യാതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയും വരുന്നില്ല. ഇനി ടാസ്ക് ബേസ്ഡ് ആക്ടിവിറ്റീസ്. ഒരു ടാസ്ക് തരികയാണ്, എന്താണ്, ഒരു എന്തെങ്കിലും ഒരു പിക്ചർ വരയ്ക്കാൻ പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ടാസ്ക് തരികയാണ്. അവിടെയും ഞാൻ മാത്രമാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, അല്ലെ? അവിടെ എന്താണ്, ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി, അല്ലെങ്കിൽ അവിടെയും എന്ത് വരുന്നില്ല, ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയും വരുന്നില്ല. ഇനി ലാസ്റ്റ് വൺ പ്രൊജക്ട് വർക്ക്. ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, അത് എപ്പോഴും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. പല ആൾക്കാർക്ക് പല സെഷൻസ് കൊടുത്തിട്ട് അവരതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ലാസ്റ്റിൽ ആ ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം തന്നിരിക്കുന്നതിൽ ഏതാണ്, പ്രൊജക്ട് വർക്ക് എന്നുള്ളതാണ് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് എക്സാമ്പിൾ. സൈലന്റ് റീഡിംഗ് അല്ല, ഇൻഡിവിജ്വൽ റൈറ്റിംഗ് അല്ല, ടാസ്ക് ബേസ്ഡ് ആക്ടിവിറ്റീസും അല്ല, ഏതാണ്, പ്രൊജക്ട് വർക്കാണ് ഇതിനകത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് ദി ഫോർമേറ്റീവ് അസസ്മെന്റ്? അപ്പോൾ ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ പ്രൈമറി ഫോക്കസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ടു ഇവാലുവേറ്റ് സ്റ്റുഡൻസ് പ്രയർ നോളജ്, ടു അസൈൻ ഫൈനൽ ഗ്രേഡ്സ് ടു പ്രൊമോട്ട് സ്റ്റുഡൻസ്, ടു മോണിറ്റർ സ്റ്റുഡന്റ് ലേണിംഗ് ആൻഡ് പ്രൊവൈഡ് ഓൺഗോയിങ് ഫീഡ്ബാക്ക്, ടു കമ്പയർ സ്റ്റുഡന്റ് പെർഫോമൻസ് വിത്ത് സെറ്റ് സ്റ്റാൻഡേർഡ്സ്. എന്താണ് ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ പ്രയർ പ്രയർ ഫോക്കസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്, ടു ഇവാലുവേറ്റ് സ്റ്റുഡൻസ് പ്രയർ നോളജ്. കുട്ടിയുടെ ബുദ്ധി, കുട്ടിക്ക് നേരത്തെ എത്രത്തോളം കഴിവുണ്ട്, അല്ലെ എത്രത്തോളം എന്തെല്ലാം കാര്യങ്ങൾ അറിയാം, അതിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർമേറ്റീവ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ടു അസൈൻ ഫൈനൽ ഗ്രേഡ്സ് ടു പ്രൊമോട്ട് സ്റ്റുഡൻസ്. അതായത് കുട്ടിയെ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേഡ് നൽകുന്നതാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ടു മോണിറ്റർ സ്റ്റുഡന്റ് ലേണിംഗ് ആൻഡ് പ്രൊവൈഡ് ഓൺഗോയിങ് ഫീഡ്ബാക്ക്. അപ്പൊ എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് തന്നെ കുട്ടിയെ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എന്താ ഫീഡ്ബാക്കും നൽകുന്നുണ്ട്. അതിനാണ് ഫോർമേറ്റീവ് അസസ്മെന്റ്. ടു കമ്പയർ സ്റ്റുഡന്റ് പെർഫോമൻസ് വിത്ത് സെറ്റ് സ്റ്റാൻഡേർഡ്സ്. ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് എന്താണ്, കുട്ടിയുടെ പെർഫോമൻസ് കമ്പയർ ചെയ്യും, മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇതിൽ ഏതാണ് ഫോർമേറ്റീവ് അസസ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ്, ടു മോണിറ്റർ സ്റ്റുഡന്റ് ലേണിംഗ് ആൻഡ് പ്രൊവൈഡ് ഓൺഗോയിങ് ഫീഡ്ബാക്ക്. അതായത് ഇപ്പോൾ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ഒരു ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഒരു പോയം പഠിപ്പിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ വരുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അതും എന്താണ്, ഫോർമേറ്റീവ് അസസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ടീച്ചറിന് ഏകദേശം ഒരു അനലൈസ് കിട്ടും, ഒരു ടീച്ചറിന് ഒരു ഐഡിയ കിട്ടും, എന്താണ് എത്രത്തോളം കുട്ടികൾക്ക് ആ ഒരു ലെസൺ അല്ലെങ്കിൽ ആ ഒരു പോയം മനസ്സിലായി എന്നുള്ള. അപ്പോൾ ടീച്ചർ എന്താണ്, ഫീഡ്ബാക്ക് ചെയ്യുകയാണ്, അല്ലെ, എത്രത്തോളം മനസ്സിലായി. ഇപ്പൊ ടീച്ചർ ആ കുട്ടികളെ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ അതിൽ നിന്നൊരു ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ക്ലിയർ ആയി. അപ്പം അവരുടെ ആ ആൻസറിൽ നിന്ന് ടീച്ചറിന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എത്രത്തോളം അവർ പഠിച്ചു, അല്ലെ അവർക്ക് എത്രത്തോളം ഈ ഒരു ഭാഗം ക്ലിയർ ആയി. അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആണ് സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ. സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ടേം എൻഡിലോ അല്ലെങ്കിൽ ഇയർ എൻഡിലോ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, എത്രത്തോളം അച്ചീവ് ചെയ്തു, അല്ലെ അവർ എത്രത്തോളം പഠിച്ചു, ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു അസസ്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത്, സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്താണ്, നമ്മൾ കുട്ടികളെ മോണിറ്റർ ചെയ്യും, അതുപോലെ തന്നെ ഓൺഗോയിങ് ഫീഡ്ബാക്ക് എടുക്കുന്ന അസസ്മെന്റ് ആണ് ഫോർമേറ്റീവ് അസസ്മെന്റ്. സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേം എൻഡിൽ അല്ലെങ്കിൽ ഇയർ എൻഡിൽ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് അവരെത്രത്തോളം അച്ചീവ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു അസസ്മെന്റ് ആണ് സമ്മേറ്റീവ് അസസ്മെന്റ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ പേർപ്പസ് ഓഫ് സ്കഫോൾഡിംഗ് ഇൻ ടീച്ചിങ് ടു ഡാഷ്. അപ്പം ടീച്ചിങ്ങിൽ സ്കഫോൾഡിങ്ങിന്റെ പേർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഗീവ് സ്റ്റുഡൻസ് കംപ്ലീറ്റ് ഓട്ടോണമി ഇൻ ദെയർ ലേണിംഗ്, ഗ്രാജുവലി റെഡ്യൂസ് സപ്പോർട്ട് ആസ് സ്റ്റുഡൻസ് ബിക്കം മോർ ഇൻഡിപെൻഡന്റ്, പ്രൊവൈഡ് പെർമനന്റ് അസിസ്റ്റൻസ് ടു ഓൾ സ്റ്റുഡൻസ്, എൻകറേജ് കോമ്പറ്റീഷൻ എമംഗ് സ്റ്റുഡൻസ്. അപ്പം സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന കൈത്താങ് എന്ന് പറയും മലയാളത്തിൽ, അല്ലെ. ഈ കൈത്താങ് നൽകുന്നതിന്റെ ഉദ്ദേശം, അതിന്റെ പേർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗീവ് സ്റ്റുഡൻസ് കംപ്ലീറ്റ് ഓട്ടോണമി ഇൻ ദെയർ ലേണിംഗ്. അപ്പൊ പഠനത്തിൽ കുട്ടികൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫ്രീഡം കൊടുക്കുക, കംപ്ലീറ്റ് ഓട്ടോണമി എന്ത് ചെയ്യുക, അവർക്ക് നൽകുക. ഗ്രാജുവലി റെഡ്യൂസ് സപ്പോർട്ട് ആ സ്റ്റുഡൻസ് ബിക്കെയിം മോർ ഇൻഡിപെൻഡന്റ്. അപ്പൊ കുട്ടികൾ സ്വതന്ത്രരാകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഈ സപ്പോർട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഗ്രാജുവലി റെഡ്യൂസ് സപ്പോർട്ട് ആ സ്റ്റുഡൻസ് ബിക്കെയിം മോർ ഇൻഡിപെൻഡന്റ്. അപ്പൊ കുട്ടികൾ കൂടുതൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് കുറച്ച് കൊണ്ടുവരിക. തേർഡ് വൺ, പ്രൊവൈഡ് പെർമനന്റ് അസിസ്റ്റൻസ് ടു ഓൾ സ്റ്റുഡൻസ്. എന്താണ്, എല്ലാ കുട്ടികൾക്കും കണ്ടിന്യൂസ് ആയിട്ട് പെർമനന്റ് ആയിട്ട് എന്ത് ചെയ്യുക, അസിസ്റ്റൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുക.
എൻകറേജ് കോമ്പറ്റീഷൻ അമംഗ് സ്റ്റുഡൻസ്. കുട്ടികളിൽ എന്താണ് കോമ്പറ്റീഷൻ, ഒരു കോമ്പറ്റീറ്റിംഗ് മൈൻഡ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെ കോമ്പറ്റീഷൻ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ സ്കഫോൾഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അല്ലെ. ഗ്രാജുവലി റെഡ്യൂസ് സപ്പോർട്ട് ആസ് സ്റ്റുഡൻസ് ബിക്കെയിം മോർ ഇൻഡിപെൻഡന്റ്. എന്താണ് സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ ഒരു കുട്ടിക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ടീച്ചർ കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്, കൈത്താങ് എന്ന് പറയും. അപ്പൊ കുട്ടി അതിൽ ഇൻഡിപെൻഡന്റ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ടീച്ചർ എന്ത് ചെയ്യും? ആ ഒരു കൈത്താങ് അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് കുറച്ചു കൊണ്ടുവരും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. കേഡറ്റ് കാറ്റഗറി 1, 2 ആയിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്കാണ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വരുന്ന 18, 19 തീയതികളിലാണ് എക്സാം വരുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.